ഹായ് മക്കളെ, അപ്പോൾ എൻ്റെ 7ാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളെല്ലാവരും ഇപ്പോൾ ഓണം എക്സാമിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഓണം എക്സാം കഴിഞ്ഞിട്ട് എന്താണ്, ഓണം വെക്കേഷൻ ഉണ്ടല്ലേ. അപ്പോൾ ഓണം വെക്കേഷൻ അടിപൊളിയാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓണം എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതണം അല്ലേ. അപ്പോൾ അതേ നിങ്ങൾക്ക് എല്ലാ വിഷയം നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ. അപ്പോൾ മലയാളം നമുക്ക് അടിപൊളിയായിട്ട് എഴുതണ്ടേ, എഴുതണം. അപ്പോൾ അതേ മിസ് ഇന്ന് മലയാളം സെക്കൻഡിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. എന്താണ് ആ ക്വസ്റ്റ്യൻ? എന്താണ് മക്കളെ ക്വസ്റ്റ്യൻ? ജീവചരിത്രം അല്ലേ. ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക അല്ലേ. അപ്പോൾ എന്താണ് ജീവചരിത്ര കുറിപ്പ് എന്ന് പറയുന്നത്? എന്താ ജീവചരിത്ര കുറിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സംഭവങ്ങൾ മറ്റൊരാൾ മുഖേന എഴുതപ്പെടുന്നതാണല്ലേ ജീവചരിത്രം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ കുറേ സംഭവങ്ങൾ തന്നിട്ട് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞ മക്കൾ എങ്ങനെ എഴുതും? അതിനു വേണ്ടിയിട്ടാണ് മിസ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതാരാണ്? നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന കൊച്ചനുജൻ എന്ന് പറയുന്ന കവിത എഴുതിയ ഇടശ്ശേരി ഗോവിന്ദൻ നായരാണല്ലേ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതിയാലോ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും ജീവചരിത്ര കുറിപ്പ്? എങ്ങനെ എഴുതും? ഒരു വ്യക്തിയുടെ ജീവിതത്തിന് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ജീവചരിത്രത്തിൽ എഴുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്തെഴുതണം മക്കളെ? ആ വ്യക്തി ജനിച്ചതല്ലേ, ആ വ്യക്തിയുടെ ജനനമാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? 1906 ഡിസംബർ 23 ജനനം അല്ലേ. 1906 ഡിസംബർ 23 ജനനം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെഴുതും നമ്മൾ? ഇദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു എന്നല്ലേ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്തുള്ള ഇടശ്ശേരിക്കളം തറവാട്ടിൽ വക്കീൽ ഗുമസ്തൻ അല്ലേ. അപ്പൊ എന്താണ്? മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്തുള്ള ഇടശ്ശേരിക്കളം തറവാട്ടിൽ വക്കീൽ ഗുമസ്തൻ. അപ്പൊ വക്കീൽ ഗുമസ്തനായിട്ട് ഇദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എത്രാമത് എഴുതും? അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്ത ജോലി നമ്മൾ എത്രാമത് എഴുതും? 2ാമത് എഴുതും അല്ലേ. അപ്പൊ നമ്മൾ ഇദ്ദേഹത്തിന്റെ ജനനം 1ാമത് എഴുതും, ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി നമ്മൾ 2ാമത് എഴുതും, 3ാമത് നമ്മൾ എന്തെഴുതും മക്കളെ? എന്തെഴുതും? ഇദ്ദേഹം കുറേ കഥകളും കവിതകളും നാടകങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എഴുതുന്ന ഏതൊരു വ്യക്തിയെ കുറിച്ചാണ് നമുക്ക് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ ഏതൊക്കെ സമാഹാരങ്ങളാണോ ഉള്ളത് അതിനെ പറ്റിയിട്ട് നമ്മൾ എഴുതണം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാൻ അടുത്തത്? 3ാമതായിട്ട് നമുക്ക് എന്തെഴുതാം? ഇദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളെ കുറിച്ച് എഴുതാം അല്ലേ. ഏതൊക്കെയാണ്? അളകാവലി, കാവിലെ പാട്ട്, കറുത്ത ചെട്ടിച്ചികൾ, പുത്തൻ കാലവും അരിവാളും, പൂതപ്പാട്ട്, ഒരു പിടി നെല്ലിക്ക, കുങ്കുമപ്രഭാതം, കുറ്റിപ്പുറം പാലം കവിതാ സമാഹാരങ്ങൾ അല്ലേ. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് 3ാമതായിട്ട് അത് എഴുതാം അല്ലേ. അങ്ങനെയെങ്കിൽ 4ാമതായിട്ട് നമ്മൾ എന്തെഴുതും? ഇദ്ദേഹം പിന്നെ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? കഥകൾ എഴുതിയിട്ടുണ്ടല്ലേ. പൊരിച്ച നഞ്ഞ് 41 സുന്ദരിമാർ തുടങ്ങിയ കഥകൾ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കവിതകൾ എഴുതി കഴിഞ്ഞ് 4ാമതായിട്ട് ഇദ്ദേഹത്തിന്റെ കഥകളുടെ പേരാണ് എഴുതുക. അങ്ങനെയെങ്കിൽ ഇനി അടുത്തതായിട്ട് എന്തെഴുതും? 5ാമതായിട്ട് ഇദ്ദേഹം ജയിച്ച നാടകങ്ങൾ എഴുതും അല്ലേ. നാടകങ്ങളുടെ പേര് എഴുതും. ഏതൊക്കെയാണ്? കൂട്ടുകൃഷി, നൂലാമാല, ചാലിയത്തി, കളിയും ചിരിയും, എണ്ണിച്ചുട്ടപ്പം, ഇടശ്ശേരി നാടകങ്ങൾ അല്ലേ. അപ്പൊ ഇടശ്ശേരിയുടെ നാടകങ്ങളാണ് ഈ പറഞ്ഞത്. അത് നമ്മൾ എത്രാമതായിട്ട് എഴുതും മക്കളെ? 5ാമതായിട്ട് നമ്മൾ അത് എഴുതും അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം ഇദ്ദേഹം ജനനം എഴുതി, അത് കഴിഞ്ഞിട്ട് എന്തെഴുതി? ഇദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നുള്ളത് നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ കവിതകളുടെ പേരെഴുതി. പിന്നെ എന്താണ്? കഥകളുടെ പേരെഴുതി. പിന്നെ എന്താണ്? നമ്മൾ നാടകങ്ങളുടെ പേരെഴുതി അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 6ാമതായിട്ട് എന്തെഴുതും? ഇദ്ദേഹത്തിനെ കുറിച്ച് അവാർഡും അല്ലെങ്കിൽ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ആ പേര് കൂടെ നമ്മൾ എഴുതണം. അപ്പൊ നമ്മൾ എന്തെഴുതും? 1969 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു എന്നുള്ളത് നമ്മൾ 6ാമതായിട്ട് എഴുതും അല്ലേ. ഇദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളെ നമ്മൾ 6ാമതായിട്ട് എഴുതും. അങ്ങനെയെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇനി ഏറ്റവും അവസാനം നമ്മൾ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? എന്തായിരിക്കും? ഇദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, ഇദ്ദേഹത്തിന്റെ മരണം എഴുതും. 1974 ഒക്ടോബർ 16 അന്തരിച്ചു. അപ്പൊ നമ്മളത് 7ാമതായിട്ട് എഴുതും അല്ലേ. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ എന്താണ് കൃത്യം ഇങ്ങനെ ക്രമത്തിൽ നമ്മൾ എഴുതുക അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ജീവചരിത്ര കുറിപ്പ് മക്കളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. അപ്പൊ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ടും മക്കൾക്ക് എപ്പോഴും നമുക്ക് റിപ്പീറ്റ് അടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മക്കൾ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞു വന്നാൽ ഇതുപോലെ അടിപൊളിയായിട്ട് എഴുതണം. അപ്പോഴേ മിസ് ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഉദാഹരണം: 1906 ഡിസംബർ 23 ജനനം, മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്തുള്ള ഇടശ്ശേരി കളന്തറവാട്ടിൽ വക്കീൽ ഗുമസ്തനായി ജോലി ചെയ്തു.
അളകാവലി, കാവിലപ്പാട്ട്, കറുത്ത ചെട്ടിച്ചികൾ, പുത്തൻ കാലവും അരിവാളും, പൂതപ്പാട്ട്, ഒരു പിടി നെല്ലിക്ക, കുങ്കുമപ്രഭാത, കുറ്റിപ്പുറം പാലം മുതലായവ പ്രധാന കവിതാ സമാഹാരങ്ങൾ. കൂടാതെ പൊരിച്ച നഞ്ഞ്, 41 സുന്ദരിമാർ എന്നീ കഥകളും, കൂട്ടുകൃഷി, നൂലുമാല, ചാളിയെത്തി, കളിയും ചിരിയും, എണ്ണിച്ചുട്ട അപ്പം തുടങ്ങിയ നാടകങ്ങളും രചിച്ചിട്ടുണ്ട്. 1969 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1974 ഒക്ടോബർ 16 അന്തരിച്ചു അല്ലേ. അപ്പൊ നമുക്ക് ആരുടെയാണോ നമുക്ക് ജീവചരിത്ര കുറിപ്പ് എഴുതാനായിരുന്നത് ആ വ്യക്തിയുടെ പേര് കൂടെ നമ്മൾ എന്ത് എഴുതണം? ഇവിടെ ആയിട്ടല്ലേ ആ പേര് കൂടെ, ആ വ്യക്തിയുടെ പേര് കൂടെ നമ്മൾ എഴുതണ്ടേ മക്കളെ? എഴുതണം. എങ്കിലല്ലേ നമ്മൾ ആരുടെയാണ് നമ്മൾ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുന്നത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് 7ാം ക്ലാസ്സിന്റെ മലയാളം സൈക്കിളിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് എഴുതില്ലേ? എഴുതണം. അപ്പൊ അതേ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് എഴുതുക. അപ്പൊ ഇതാണ് നമുക്കൊരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത്.